അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ റെസിനാർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയിട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മുതൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. റെസിനാർട്ട് ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു ആർട്ടാണ് കേട്ടോ, ഈസി ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നോർമലി റെസിന് രണ്ട് ടൈപ്പിലാണ് വരുന്നത്. എപ്പോക്സി റെസിന് വരുന്നുണ്ട്, യു വി റെസിന് വരുന്നുണ്ട്. യു വി റെസിന് നമ്മൾ യു വി ലാമ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ എപ്പോക്സി റെസിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതന്നെ 3 റേഷ്യോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 3:1 റേഷ്യോയിൽ, അല്ലെങ്കിൽ 2:1 റേഷ്യോയിൽ, അല്ലെങ്കിൽ 1:1 റേഷ്യോയിൽ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ബോട്ടിൽ 3:1 റേഷ്യോയിലുള്ള റെസിനാണ് കേട്ടോ. പിന്നെ റെസിന് കിട്ടുന്നത് നമുക്ക് ഇതുപോലെ 2 ബോട്ടിലായിട്ടാണ് കേട്ടോ. ഒന്നിൽ റെസിൻ ഉണ്ടാവും, ഒന്നിൽ ഹാർഡ്നർ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആർട്ടുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതും തന്നെ മിക്സിങ്ങിനൊക്കെ ഒരു പ്രത്യേക അളവ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3:1 റേഷ്യോയിലുള്ളതാണെങ്കിൽ 30 ഗ്രാം റെസിനും 10 ഗ്രാം ഹാർഡ്നറുമാണ് എടുക്കുക. അപ്പോൾ ഓരോ ബോട്ടിലുമേ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് 2:1 റേഷ്യോയിലുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതേനു. ഇതിപ്പോൾ 2:1 റേഷ്യോൻ്റെ റെസിൻ ആയതുകൊണ്ട് 20 ഗ്രാം റെസിൻ എടുക്കുമ്പം 10 ഗ്രാം ഹാർഡ്നർ, ആ രീതിയിലാണ് കേട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് കീ ചെയിൻ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഫ്രെയിം ഉണ്ടാക്കുമ്പോഴൊക്കെ ഓരോന്നിനും എത്ര ക്വാണ്ടിറ്റി വേണം, അതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. ഈ ഒരു സെറ്റിന് 550 രൂപയാണ് കേട്ടോ വരുന്നത്. 200 ഗ്രാം റെസിന് വരുന്നുണ്ട്, അതുപോലെ 100 ഗ്രാം ഹാർഡ്നറും ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ ആണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതൊക്കെ വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പഠിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് വാങ്ങിച്ചാൽ മതി. ഇതിപ്പോൾ 1:1 റേഷ്യോയിലുള്ള റെസിനാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 10 ഗ്രാം റെസിൻ എടുക്കുകയാണെങ്കിൽ 10 ഗ്രാം ഹാർഡ്നർ, സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന റെസിനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മറ്റേ റെസിനെ അപേക്ഷിച്ച് ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഡ്രൈ ആവും. ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് 3:1 റേഷ്യോയിലുള്ള റെസിനാണ് കേട്ടോ യൂസ് ചെയ്യാൻ നല്ലത്. പിന്നെ ഇതൊരു കെമിക്കലായിട്ടുള്ള ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി എന്തായാലും ശ്രദ്ധിക്കണം. നമ്മൾ ഗ്ലൗസ്, മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ അതുപോലെ നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ഇരുന്നിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നിങ്ങളിത് 1-2 പ്രാവശ്യമൊക്കെ ചെയ്യാൻ, 1-2 പ്രാവശ്യമൊക്കെ മാത്രമേ ആർട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് നോർമൽ മാസ്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അല്ലാതെ കുറേ വർക്കൊക്കെ കിട്ടി അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇതുപോലത്തെ റെസ്പിറേറ്ററി മാസ്ക് തന്നെ വാങ്ങിക്കുക കേട്ടോ. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ശ്വാസത്തിന് ബുദ്ധിമുട്ട്, ആസ്മ പോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ റെസിനാർട്ട് ചെയ്യണ്ട കേട്ടോ. അത് ഹെൽത്തിന് അത്ര നല്ലതാവില്ല. പിന്നെ ഇതാ റെസ്പിറേറ്ററി മാസ്ക് നമ്മൾ ഫേസിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു ബെൽറ്റും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തലൻ്റെ മുകൾക്കായിട്ട് ഒരു ബെൽറ്റും വരുന്നുണ്ട്. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റെസിൻ എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് മെഷറിംഗ് സ്പൂണുകൾ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെഷറിംഗ് കപ്പുകൾ കിട്ടുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെത് കിട്ടുന്നുണ്ട്, സിലിക്കണിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട്, അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വെയിങ് മെഷീനുകൾ യൂസ് ചെയ്യാം. വെയിങ് മെഷീൻ ആകുമ്പോൾ നമുക്ക് പേപ്പർ കപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കപ്പുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പേപ്പർ കപ്പ് ആകുമ്പോൾ മാക്സിമം 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ മിക്സിങ് ഒക്കെ കഴിഞ്ഞ് ആ വർക്ക് കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം പിന്നെ പേപ്പർ കപ്പ് രണ്ടാമതൊന്ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് കപ്പ് യൂസ് ചെയ്യുക, അതാവുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മോൾഡുകൾ നോക്കാം. മോൾഡുകൾ തന്നെ പല വെറൈറ്റി മോൾഡുകൾ ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ആൽഫബറ്റ് ലെറ്റേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്പേഴ്സൊക്കെ വരുന്ന ഒരു മോൾഡാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാനുള്ള ഈസിക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്പേസൊക്കെ കുറച്ച് മതിയല്ലോ അങ്ങനെ ആവുമ്പോൾ. പിന്നെ ഇതിപ്പോൾ അതാ ഒരു ഫ്രെയിമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മോൾഡാണ്. ഇനിയിപ്പോൾ ഇത് കോസ്റ്റർ മോൾഡാണ്. കോസ്റ്റർ മോൾഡൊക്കെ പല ഷേപ്പിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ മോൾഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് എല്ലാം കൂടെ വാങ്ങിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള 1-2 ഒക്കെ വാങ്ങിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം മോൾഡാണ് കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇത് വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ റെസിൻ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മോൾഡാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൽ ചേർക്കാനുള്ള പിഗ്മെൻറ്റുകൾ നോക്കാം. പിഗ്മെൻറ്റുകൾ പറഞ്ഞാൽ നമ്മൾ അതിൽ ചേർക്കുന്ന കളറുകൾ ഉണ്ടല്ലോ അതിനാണ് കേട്ടോ. അത് പേസ്റ്റ് ടൈപ്പിൽ വരുന്നുണ്ട്, ലിക്വിഡ് ടൈപ്പിൽ വരുന്നുണ്ട്, പിന്നെ പൗഡർ ടൈപ്പ്, മൈക്ക പൗഡർ, നിയോൺ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ.
ഇത് ഒപ്പാക്ക് വൈറ്റ് പിഗ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് പേസ്റ്റ് ടൈപ്പാണ്. ഇതൊക്കെ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് കുറേ വർക്കുകൾ ചെയ്യാനുണ്ടാവും. പിന്നെ ഇത് ലിക്വിഡ് ടൈപ്പാണ്. ലിക്വിഡ് ടൈപ്പിൽ തന്നെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണുന്നതാണ് കേട്ടോ. ഇത് ലിക്വിഡും നമുക്ക് ഒപ്പാക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് മൈക്ക പൗഡർ. മൈക്ക പൗഡറും പല കളറിലും വരുന്നുണ്ട്. ചെറിയൊരു ഗ്ലൈസിങ് ടൈപ്പാണ് കേട്ടോ. ആ ഒരു എഫക്റ്റ് കിട്ടാനാണ് ഇപ്പോൾ നമ്മളിതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മെറ്റാലിക് പൗഡറൊക്കെ ആഡ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ മെറ്റാലിക് പൗഡറുകളും വരുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ കളറ്, സിൽവർ കളറ്, ആ രീതിയിലൊക്കെ ആ കളറിലൊക്കെ മെറ്റാലിക് പൗഡറും വരുന്നുണ്ട്. പിന്നെ ഇതുപോലെയാണ് കേട്ടോ ഇതുണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിനും ചെറിയൊരു ഗ്ലൈസിങ് ഇങ്ങനെ വരും കേട്ടോ. പിന്നെ നമ്മൾ റെസിന് ആട്ട് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ഇതുപോലത്തെ ഗോൾഡൻ ഫ്ലേക്സ് അല്ലെങ്കിൽ സിൽവർ ഫ്ലേക്സ്, മെറ്റാലിക് ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഇത് ഫ്ലേക്സ് ആയിട്ടും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഷീറ്റായിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെസിനിൽ മിക്സ് ചെയ്തിട്ട് മോൾഡിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഗ്ലൈഡിങ് ഗ്ലൂ അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ പേര്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അത് അപ്ലൈ ചെയ്തിട്ട് അത് ഈ ഗോൾഡൻ ഫ്ലേക്സ് അങ്ങനത്തതൊക്കെ അതിൽ ഒട്ടിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഇത് സിൽവർ കളറാണ്. പിന്നെ റെസിനിൽ ഉണ്ടാവുന്ന ബബിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഇതുപോലത്തെ ലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബബിൾ സ്പ്രേ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റ് ഗണ്ണ് വെച്ചിട്ടും നമുക്ക് ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ റെസിൻ ഒഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇപ്പോൾ നമ്മൾ മോൾഡിലായിക്കോട്ടെ MDF ബോർഡിലായിക്കോട്ടെ ഏതിലാണെങ്കിലും ഒഴിക്കുന്നതിൻ്റെ മുന്നേ അത് ലെവലിലാണോ നിൽക്കുന്നതെന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ ടേബിളിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഭാഗം ചെരിഞ്ഞിട്ടുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ലെവലർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ റെസിനിൽ നമ്മൾ പല ടൈപ്പ് സ്റ്റോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ക്രഷ്ഡ് ഗ്ലാസ് ടൈപ്പാണ്. ഇത് പ്ലെയിൻ ആയിട്ടുള്ളത്, ക്ലിയർ ആയിട്ടുള്ളതാണ്. അല്ലാതെ കളർ ചെയ്തിട്ടും ഒക്കെ വരുന്നുണ്ട്, പല സൈസിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെ നമുക്ക് ഗ്ലിറ്റർ പൗഡറുകൾ, ചങ്ക് ഗ്ലിറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഗ്ലിറ്ററുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പല കളറിലും പല ഷേപ്പിലും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ഗ്ലിറ്റർ പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ അത് ചില സമയത്ത് കളർ ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾ മാക്സിമം റെസിൻ്റെ ഐറ്റംസ് തന്നെ വാങ്ങിക്കാൻ നോക്കുക. അല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്ലിറ്റർ പൗഡർ നോർമൽ ഉള്ളെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റെസിൻ്റെ ചെറിയൊരു വർക്കൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് യൂസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ റെസിൻ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ നല്ല ഷാർപ്പായിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കേട്ടോ ഇത്. ഡീബറിങ് ടൂൾ എന്നാണ് ഇതിൻ്റെ പേര്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ നെയിൽ ഫയൽസ് യൂസ് ചെയ്തിട്ടും ഷാർപ്പ് എഡ്ജുകളൊക്കെ സ്മൂത്ത് ആക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിക്കിൻ്റെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഡ്രില്ല് ചെയ്യാനുള്ള ഇലക്ട്രിക് ഡ്രില്ലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ സെറ്റായിട്ട് ഷാർപ്പ് എഡ്ജുകളൊക്കെ സ്മൂത്ത് ആക്കാനുള്ള മെഷീൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ പല ടൈപ്പിലുള്ള സ്റ്റിക്കറുകൾ, ഫോട്ടോസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മെറ്റൽ സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ പ്രിൻറ്റ് ചെയ്തിട്ട് അതെടുത്തിട്ട് കട്ട് ചെയ്ത് ഇതിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഫ്രെയിം ഒക്കെ നോർമലി ചെയ്യൽ. പിന്നെ അല്ലെങ്കിൽ ഇതുപോലത്തെ OHP ഷീറ്റിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു ഷീറ്റിൽ വരുന്ന ഫോട്ടോസ് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതുപോലെ റെസിനിൽ വെച്ച് കൊടുക്കുന്ന ടൈപ്പാണ് കേട്ടോ. ബാക്കിൽ ഗ്ലൂ വരാത്ത ടൈപ്പാണ്. ഇതിപ്പോൾ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുക്കുന്ന ആ ഒരു സെയിം ഷീറ്റ് തന്നെയാണ് കേട്ടോ. അതിൽ ഇതുപോലത്തെ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പ്രിൻ്റ് അടുപ്പിച്ചതാണ്. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നോർമൽ സ്റ്റിക്കർ വെച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. നോർമൽ സ്റ്റിക്കർ അറിയുമ്പോൾ താഴെ മാത്രം ഗ്ലൂ വരുന്ന ടൈപ്പാണ്. നമുക്കിപ്പോൾ മെറ്റൽ സ്റ്റിക്കറൊക്കെ ആണെങ്കിൽ മുകൾ ഭാഗത്തത്തെ ആ ഒരു സ്റ്റിക്കറും കൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ ബുക്ക് ഷോപ്പിലൊക്കെ ചെയ്ത് തരുന്നുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ബുക്ക് ഷോപ്പിൽ നിന്ന് ചെയ്യിച്ചതാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ മോളുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തതാണ്. ഇതിലിപ്പോൾ ഞാൻ റോസ് പെറ്റൽസ്, ഗോൾഡൻ ഫ്ലേക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കോസ്റ്ററാണ് കേട്ടോ. അപ്പം നമ്മൾ ചായക്കപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിൻ്റെ മോൾഡാണ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതന്നെ പല ഷേപ്പിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതും മക്കളുടെ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ ഇതിൽ ഞാൻ അകത്ത് LED ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ലൈറ്റിൻ്റെ അത് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മോൾഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. റെസിന് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ.
പിന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്റ്റാൻഡുകളൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫൈബർ ടൈപ്പാണ്. ഇതിന് നമുക്ക് മെറ്റൽ ടൈപ്പ്, സ്റ്റീൽ ടൈപ്പ്, അതുപോലെ വുഡൻ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വലിയ ക്ലോക്കൊക്കെ ടേബിളിൽ വെക്കണമെങ്കിലൊക്കെ ഇതുപോലത്തെ സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ റെസിനിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ. അപ്പോൾ അതൊക്കെ ഡ്രൈ ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിപ്പോൾ പ്രസ്ഡ് ഫ്ലവേഴ്സ് ആണ്. അങ്ങനെ നമുക്ക് പ്രസ്ഡ് ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ഫ്ലവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അത് നമുക്ക് സിലിക്ക ജെല്ലിലൊക്കെ ഇട്ടിട്ട് വേണം യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ടൊക്കെ കുറേ ദിവസം ഡ്രൈ ആക്കി എടുത്തിട്ടൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആവണം കേട്ടോ. പിന്നെ ഇത്രയൊക്കെയാണ് കേട്ടോ റെസിനാർട്ടിനെ കുറിച്ചിട്ട് എനിക്കറിയുന്നത്. അപ്പോൾ ഞാനും ഒരു ബിഗിനറാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ റെസിനാർട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.